Dear students, today we can discuss educational psychology, scope of educational psychology. The relevant contribution of educational psychology, systematic knowledge of educational psychology will be useful for the teachers in the following way. നമുക്ക് നോക്കാം 10 പോയിന്റുകളാണ് ടീച്ചേഴ്സിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂസ്ഫുൾ ആക്കാൻ, ഫ്രൂട്ട്ഫുൾ ആക്കാൻ. ഫസ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. പഠിപ്പിക്കുന്ന ലേണറെ, കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. പല രൂപത്തിലുള്ള കുട്ടികളുണ്ടാവാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവാം, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. സ്റ്റുഡൻസ് യുണീക്കാണ്. അപ്പോൾ ഓരോരുത്തരെയും കഴിവും അവരുടെ കഴിവില്ലായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുക. മൂന്നാമത്തെ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടർ. ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ രീതി മനസ്സിലാക്കുക എന്നുള്ളത്. ടു അണ്ടർസ്റ്റാൻഡ് ഇഫക്റ്റീവ് മെത്തഡ് ഓഫ് ടീച്ചിങ്. ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫലപ്രദമായ അവരുടെ മനസ്സിനനുസരിച്ചിട്ടുള്ള ഒരു മെത്തഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. ടു എനാബിൾ ടീച്ചർ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ്. അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള, അവരെ അറിയാനുള്ള ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ടു റെൻഡർ ഗൈഡൻസ് സർവീസ്. അവർക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു സഹായിയായി ടീച്ചർ മാറുക എന്നുള്ളത്. ടു ഗിവ് ഗൈഡൻസ് ഫോർ ദ എഡ്യൂക്കേഷണൽ എക്സെപ്ഷണൽ ചൈൽഡ്. അതായത് പഠനത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളതും അതോടൊപ്പം തന്നെ കൂടുതൽ ശ്രദ്ധ വേണ്ട കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഓട്ടിസം ഇതുപോലെയുള്ള എക്സെപ്ഷണൽ ചിൽഡ്രൻസിന് മനസ്സിലാക്കുകയും അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുക. ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഡൈനാമിക് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഡൈനാമിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ കുറച്ചുകൂടിയും സോഷ്യലൈസേഷനും ക്രിയേറ്റീവ് നോളജും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവിസവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ടു മെയിൻറ്റെയിൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലാസ് റൂമിലാണ് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അധ്യാപകൻ ഫെസിലിറ്റേറ്ററും ഗൈഡും സ്കഫോൾഡറുമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അറിവ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ക്ലാസ് റൂമിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ 10 പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, മെത്തഡ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ സൈക്കോളജി. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. മെത്തഡ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എന്തൊക്കെ മെത്തേഡ്സുകളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിന്ന് നോക്കാം. എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് സ്റ്റഡീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ്. സോ the selections of particular methods depend upon the following factors. On the natures of the problem to be studied, and orientation and resourceful for the investigator, and availability of the material objects and the financial resources. ഒന്നാമത്തത്, നാച്ചർ ഓഫ് ദ പ്രോബ്ലം. പ്രോബ്ലത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കുക. 2, ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾ ഫോർ ദി. എന്തൊക്കെ റിസോഴ്സുകളാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതെന്ന് പഠിക്കണം. അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഏതൊക്കെ മെറ്റീരിയൽസുകളാണ് അവൈലബിൾ ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ മെത്തേഡ്സ് ഫോർ യൂസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് നോക്കാം. എന്തൊക്കെ മെത്തേഡ്സുകളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. 1, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻട്രോസെപ്ഷൻ. 2, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തഡ്. 3, ഒബ്സർവേഷൻ. 4, ഡിഫറൻഷ്യൽ സർവേ മെത്തഡ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോക്കുക, ഇൻട്രോസെപ്ഷൻ.
in the term interoception is composed for two words. Intro, it means an assumption. Intro means inwards and assumption means looking. Interoception means looking with oneself. In order to examine one's own thought and feeling, interoception gives us different immediate knowledge for our mental process without involving any extra expenditure for the material or apparatus. ഓരോരുത്തൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവരെക്കുറിച്ചിട്ടുള്ള ഇൻട്രോസെപ്ഷൻ പഠനം, സ്വന്തത്തെക്കുറിച്ചിട്ടുള്ള പഠനം, അതിന് പ്രത്യേകിച്ച് മെറ്റീരിയൽസോ അപ്പാരറ്റസോ ഒന്നുമില്ലാത്ത, സഹായമില്ലാത്ത നമ്മൾ സ്വയം പഠിക്കുന്നതാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരാളുടെ ഒരു സ്വഭാവ രീതി മനസ്സിലാക്കണമെങ്കിൽ അയാളെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് അയാളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇൻട്രോസെപ്ഷൻ. രണ്ട്, ഒബ്സർവേഷൻ, അതാണ് നിരീക്ഷണം. ഇറ്റ് മീൻസ് എക്സാമിനേഷൻ സംതിങ് സ്പെഷ്യലി ടു ദി പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. നമുക്ക് ചില ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവേഷൻ, ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ, അതായത് ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളെ ഒബ്സർവ് ചെയ്യുക. നോൺ പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകളെ. കൺട്രോൾ ഒബ്സർവേഷൻ, ഒബ്സർവേഷൻ ചെയ്യുന്ന ആളെ കൺട്രോൾ ചെയ്തിട്ട് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ക്ലിനിക്കൽ ആൻഡ് കേസ് സ്റ്റഡി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ കുറിച്ചിട്ട് ദ ക്ലിനിക്കൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ദ ബിഹേവിയർ ആൻഡ് പ്രോബ്ലംസ് ഓഫ് മെലാഡ്ജസ്റ്റ്മെന്റ് ഓർ ഒരാളുടെ സ്വഭാവ വൈകല്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അയാളെ ക്ലിനിക്കലി അല്ലെങ്കിൽ കേസ് സ്റ്റഡിക്ക് വിധേയമാക്കപ്പെടുന്നു. ഒരു കുട്ടി ഉദാഹരണത്തിന് കളവുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിനിക്കലായിട്ടൊരു കേസ് സ്റ്റഡി നടത്തുകയും അവൻ ഏതിൽ നിന്നാണ് ഇത് വന്നതെന്നും അല്ല ഏർലി ഇൻ്റർവെൻഷനിൽ എവിടെയാണ് അവന് പ്രോബ്ലം പറ്റിയെന്നൊക്കെയുള്ള പഠിച്ച് മനസ്സിലാക്കി പേരൻസിനെ കണ്ടു, പേരൻസിനെ ഒബ്സർവ് ചെയ്തു, കൗൺസിൽ ചെയ്തു, അങ്ങനെ വളരെ ഡാറ്റ കളക്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഒരു സൊല്യൂഷനിലെത്തുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്താണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൺസിസ്റ്റ് ടു ബി ദ മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഇത് വളരെ ഫലപ്രദമായി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, സയൻറ്റിഫിക് മെത്തേഡാണ്. സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ, ഒരു കുട്ടിയുടെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടി. Investigation tries to study the case and effect of the relationship regarding human behavior by promoting experiment, objective and observation rigidly controlled the condition. The key factors of the method is controlling of conditions of variables. There are three types of variables: independent variable, dependent variables and intervening or controlled variables. Independent variables stand for the cases, depend variables of the effective of the case. The other factors influence the case of effective relationship called intervening variables. അപ്പോൾ നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് സ്റ്റഡീസിൽ വാരിയബിൾസിനെ കൂടെ, അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റാസുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻ്റ് ആയ വാരിയബിൾസ് ഉണ്ടാവും, ഡിപ്പെൻഡൻ്റ് ആയ വാരിയബിൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റർവെനിങ് വാരിയബിൾസ് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പ്രോബ്ലം അതിൻ്റെ സിസ്റ്റമാറ്റിക് രീതിയിൽ ഒബ്സർവ് ചെയ്ത് സയൻറ്റിഫിക്കലി പ്രൂഫ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് മെത്തഡ്. അടുത്ത ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ടെക്നിക്സ്. സെക്ഷൻസ് ഓഫ് ദ സ്യൂട്ടബിൾ ടെക്നിക്സ് ടൂൾസ് ഹെൽപ്പ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പ്ലോർ ദ diverse stand for the studies and adequate measure has to be classified for the requirements. Different survey method. വ്യത്യസ്ത തരം സർവേ മെത്തേഡുകൾ. ഡിഫറെൻറ്റ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽ ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ചിലപ്പോൾ അത് സർവേ നടത്തിക്കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഫോർ ദി റീസൺസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ബിക്കം ദ മേജർ ഡിവൈസ് ഫോർ സ്റ്റഡിയിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. മീഡിയം മോഡ്, ഇങ്ങനെ ഈ സയൻറ്റിഫിക്കായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ദ മെത്തഡ് മേക്ക് യൂസ് ഫോർ വേരിയസ് ടെക്നിക്സ് ഓഫ് ദ കളക്ഷൻ ഡാറ്റ സച്ച് എ ടെസ്റ്റ്, ക്വസ്റ്റ്യനെയർ, ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂ
ആൻഡ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ഡാറ്റ. അപ്പോൾ ഈ പ്രോബ്ലംസുകൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മെത്തഡ്സുകൾ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദ മെത്തഡ് യൂസ് ഫോർ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് ദ കളക്ഷൻ ഡാറ്റ സച്ച് ആസ് ടെസ്റ്റ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യനെ ടെസ്റ്റ് കൊടുത്തിട്ട് വിലയിരുത്തപ്പെടാം. 2, ഒബ്സർവേഷനിൽ ചില കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നെക്സ്റ്റ് ചില കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, ചില പ്രോബ്ലത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട്. ചില ഡാറ്റ അനലൈസ് ചെയ്യുന്നു, കിട്ടിയ ഡാറ്റ അനലൈസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വേരിയബിൾസ് ഡാറ്റ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുമ്പോൾ അത് ഈ മെത്തഡ് ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം. അതിന് സർവേ മെത്തേഡ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ സർവേ മെത്തേഡ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്യനാർ കൊടുത്തിട്ട്, അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം. ഇത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു തരേണ്ട ഒരു സാധനമാണ്. ഇതൊരു പ്രോബ്ലം, നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു പ്രോബ്ലം, ചില കുട്ടികൾ ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കുന്നില്ല, അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യണം. എന്തുകൊണ്ട് ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ മാത്രമാണോ ശ്രദ്ധിക്കാത്തത്, മാത്സിന്റെ ക്ലാസ്സിൽ മാത്രമാണോ ശ്രദ്ധിക്കാത്തത്, ഇംഗ്ലീഷിൻ്റെതാണോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു താരതമ്യം വരും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ 2 ഭാഗവും വരുന്നു. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഒബ്സർവേഷൻ വേണ്ടി വരും. എന്തുകൊണ്ട് ടീച്ചർ എടുക്കുന്ന ക്ലാസ് കൃത്യവും വ്യക്തവും അല്ലേ, ഇൻട്രസ്റ്റിംഗ് അല്ലേ, അപ്പോൾ അതൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ നോക്കി ക്ലാസ് ഫലപ്രദമാക്കി കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ സഹായിക്കപ്പെടുന്നത്. അതിന് ഒരുപാട് രീതികളുണ്ട്. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചുകൂടി മനസ്സിലാക്കി പ്രാക്ടിക്കലിൽ ചെയ്യുമ്പോഴാണിത് കൂടുതൽ ഫലം കിട്ടുക എന്ന് മനസ്സിലാക്കണം. ഇത് നല്ല ഒരു രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയട്ടെ. അത് നിങ്ങൾ ക്ലാസ് റൂമിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രോബ്ലവും പരിഹരിച്ച് കുട്ടികൾക്ക് നല്ല ഹാപ്പിനെസ് ആയ ക്ലാസ് റൂമും ഇന്നോവേഷൻസ് ഉള്ള ചിന്തകളും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നല്ല ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.